പൊതുപ്രവർത്തകർക്ക് വൈഫ് ഇൻ ചാർജ് എന്ന പ്രയോഗം സമൂഹത്തിലെ പൊതുവായ ജീർണതയെക്കുറിച്ച് പറഞ്ഞതെന്ന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി കുരിയാട്. തന്റെ വാക്കുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചെന്നും തന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തള്ളിപ്പറഞ്ഞതിനു പിന്നാലെയാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണം. ജിഫ്രി തങ്ങൾ പറഞ്ഞത് കേട്ടില്ലെന്നായിരുന്നു മറുപടി. എന്നാൽ മുശാവറാംഗം മുക്കം ഉമർ ഫൈസിയുടെ നേതൃത്വത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും അത് ഭയപ്പെടുന്നില്ലെന്നും നദ്വി പറഞ്ഞു. സമസ്ത പറഞ്ഞ് ഞാൻ കേട്ടില്ല, ഞാൻ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമല്ല 20-ാം നൂറ്റാണ്ടിലും ശൈശവ വിവാഹമുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കാനാണ് EMSന്റെ മാതാവിന്റെ വിവാഹപ്രായം സൂചിപ്പിച്ചത്. വൈഫ് ഇൻ ചാർജ് എന്ന പ്രയോഗം തെറ്റായി വ്യാഖ്യാനിച്ചെന്നും നദ്വി പറഞ്ഞു. ഇല്ല, ആർക്കും പൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ളത് 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു. ഒരു അരവിന്ദാക്ഷൻ പറഞ്ഞ കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നൊരു നേതാവിനെ പറഞ്ഞു വെക്കണം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാന കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നു പറഞ്ഞത്. സമൂഹത്തിലെ ജീർണതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ബഹുഭാര്യത്വം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ സ്ത്രീക്ക് പാടില്ല. അത് വേശ്യാവൃത്തിയാണെന്നാണ് ഇസ്ലാമിക വീക്ഷണമെന്നും നദ്വി പറഞ്ഞു. ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു. അത് പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ പുരുഷനും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കൂടെ വേറൊരാളൂടെയും ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളൊരു വേശ്യയായിരിക്കും. അവരുടെ പേരതാണ്. കൈരളി ന്യൂസ്, മലപ്പുറം.